വെൽക്കം ടു ആൻഡ്സ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായി തയ്യാറാക്കുന്നത് ഒരു നാടൻ വിഭവമായ പുട്ടാണ്. ഇത് നമ്മുടെ ചെമ്പാവരി സ്റ്റൈലിലാണ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക്, അതായത് മിക്സ് ചെയ്യേണ്ട പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തു. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ്, അതായത് 2.5 കപ്പ് മാവിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. എന്നിട്ട് ഈ ഉപ്പിന് ഈ വെള്ളത്തിൽ നന്നായിട്ട് അലിയിച്ച് ചേർക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ഇനി ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ അത് ചേർക്കുമ്പോഴത്തേക്ക് നമ്മുടെ പുട്ട് വളരെ സോഫ്റ്റായി വരും. അതിന് വേണ്ടിയിട്ടാണ് തേങ്ങ ചേർത്തത്. എന്നിട്ട് ഈ തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ വെള്ളവുമായിട്ട്. ഇനി ഞാൻ ഉപയോഗിക്കുന്നത് നിറപറയുടെ പത്തിരിപ്പൊടിയാണ്. അപ്പോൾ നിറപറയുടെ പത്തിരിപ്പൊടി 1 കിലോ എടുക്കുന്നുണ്ട്. പിന്നെ 1/2 കിലോ ചെമ്പാവരി പുട്ടുപൊടിയും. അപ്പോൾ ഇത് ഞാൻ വളരെ നൈസ് പൊടി വെച്ചാണ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. അതായത് ചെമ്പാവരി 1/2 കിലോയും 1 കിലോ പത്തിരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത മാവാണ് യൂസ് ചെയ്യുന്നത്. ഇനി ആ തേങ്ങയും ഉപ്പും കൂടെ ഉള്ള മിക്സറൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഞാനിനി ഏകദേശം 2.5 കപ്പ് മാവാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഈ പത്തിരിപ്പൊടിയും അതായത് ചെമ്പാവരി പുട്ടുപൊടിയും കൂടെ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ ചെമ്പാവരി പുട്ടുപൊടിക്ക് ഭയങ്കര റോസ് കളർ, അതായത് നമ്മൾ വേവിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഡാർക്ക് കളർ വരും. അതേസമയം പത്തിരിപ്പൊടി ആകുമ്പോൾ നല്ല വൈറ്റും ആയിരിക്കും. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ പണ്ടൊക്കെ നമുക്ക് കിട്ടുന്ന ആ ചെമ്പാവരിയുടെ ഒരു ലൈറ്റ് പിങ്ക് കളറിലുള്ള പുട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത്, ഈ പുട്ടിൽ, അതായത് ഏറ്റവും താഴെ നമ്മൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളവും ആഡ് ചെയ്ത ഈ മാവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും നമ്മൾ ആഡ് ചെയ്ത വെള്ളത്തിൻ്റെ നനവ് എത്തുന്നത് വരേക്കും നമ്മൾ മിക്സ് ചെയ്യുക. അപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ കുറേശ്ശെ വെള്ളം ഇങ്ങനെ കുടഞ്ഞ്, അതായത് ഒറ്റ അടിക്ക് ഒരുപാട് വെള്ളം ചേർക്കില്ല. വളരെ കുറേശ്ശെ ആയിട്ട് വെള്ളം ഇതേപോലെ കുടഞ്ഞിട്ട് ഈ പാത്രത്തിലെ എല്ലാ ഭാഗത്തും, അതായത് ഏറ്റവും അടിഭാഗം തൊട്ട് ഏറ്റവും മുകളിൽ വരെയും എല്ലാ ഭാഗത്തും ഉള്ള മാവ് ഒരേ നനവാകുന്നത് വരെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ കാണാം, നമുക്ക് വീണ്ടും ഞാൻ കുറേശ്ശെയായിട്ട് വെള്ളം ചേർക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ 3ാമത്തെ സെറ്റാണ്. വെള്ളം ചേർത്തു. ഇതേപോലെ ഇങ്ങനെ ആ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ചെറിയ കഷ്ണം, അതായത് കട്ടകളുണ്ടെങ്കിൽ അതൊക്കെ ഉടച്ച് ഏറ്റവും അടിയിൽ നിന്ന് മാവെടുക്കുക, മുകളിലോട്ട് കൊണ്ടുവരിക, വീണ്ടും അതിനെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ നനവ് എല്ലാ ഭാഗത്തും മാവിലേക്ക് ഒരേപോലെ മാവിൻ്റെ നനവ് വരണം. അതുവരേക്കും നമുക്കിതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഏകദേശം 1 കപ്പോളം വെള്ളം ഈ മാവിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മാവിനനുസരിച്ച് പുട്ടിലേക്കുള്ള വെള്ളത്തിൻ്റെ അളവ് മാറും. അപ്പം ഞാനിവിടെ അതിലേക്ക് ചെറിയ കട്ടകളൊക്കെ ഉള്ളതിനൊക്കെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. അപ്പം മാവിൻ്റെ പാകമെന്ന് പറയുന്നത് ഇതേപോലെ കൈ പിടിക്കുമ്പോൾ നമുക്ക് പിടിക്കാനും കിട്ടണം. പിന്നെ അതിനെ നമുക്ക് ഉടച്ച് വയ്ക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത്, പുട്ടിനെ ഒന്നിങ്ങനെ ഇതേപോലെ തട്ടിക്കൊടുത്തിട്ട് അതിലേക്ക് ഏറ്റവും മുകളിലായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുകയാണ്. അതായത് എല്ലാ ഭാഗത്തും വെള്ളത്തിൻ്റെ ഒരു തുള്ളിയെങ്കിലും വീഴുന്ന രീതിയിൽ ഞാനൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. അതിന് മുമ്പായിട്ടാണ് ഈ സ്പ്രിങ്കിൾ ചെയ്യുന്നത്. അപ്പം ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് പുറത്തല്ല, ഞാൻ ഫ്രിഡ്ജിൽ തന്നെ ഏകദേശം 1 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ അടച്ചൊരു പാത്രത്തിൽ അടച്ച് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും. ഇത് എയർ ടൈറ്റ് കണ്ടെയ്നറിലാണെങ്കിൽ വളരെ നല്ലതാണ്. ഞാനിപ്പോൾ ഈ പാത്രത്തിൽ ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ നമ്മുടെ മാവ് വളരെ സോഫ്റ്റ് ആവുകയും ചെയ്യും. മാത്രമല്ല ഈ കട്ടകളുള്ളത് ഉടഞ്ഞ് നമുക്ക് നല്ല പൊടിയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി ഞാൻ ആ പുട്ടിൻ്റെ കുറ്റിയിലേക്ക് ഇടേണ്ട ആവശ്യമായ മാവിനെ, അതായത് കുറേശ്ശെ ഓരോ കുറ്റിക്കായിട്ട് ആവശ്യമുള്ള മാവ് ഞാനതിനിങ്ങനെ പൊടിച്ചൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഒരു സൈഡൊന്ന് മാത്രം മിക്സ് ചെയ്ത്. അപ്പോൾ ഇത് പുട്ടിൻ്റെ കുടമാണ്. ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 1/2 തൊട്ട് 1/4 പാത്രത്തോളം വെള്ളം, അതായത് ഏറ്റവും അടിഭാഗത്ത് 1/2 തൊട്ട് 1/4 പാത്രത്തോളം വെള്ളം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ആ വെട്ടിൻ്റെ താഴെയാണ് വെള്ളം നിർത്തിയിരിക്കുന്നത്. ഇനി ഇത് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. ഇത് പുട്ടിൻ്റെ കുറ്റി, ഇതിലേക്ക് ഞാൻ ആ ചില്ലിട്ട് കൊടുത്തു. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങയും മാവും കൂടെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഏറ്റവും അടിയിലായിട്ട് ഞാൻ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആ ചില്ലിൻ്റെ ഓട്ടയെല്ലാം അടയുന്ന രീതിയിൽ നമ്മൾ തേങ്ങ ഇട്ട് അടയ്ക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മാവിനെ നിരത്തി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 4 ടേബിൾ സ്പൂൺ മാവ്, അതായത് ഹീപ്ഡ് ടേബിൾ സ്പൂൺ, നിറച്ചെടുത്തിരിക്കുന്ന ടേബിൾ സ്പൂണിൽ 4 ടേബിൾ സ്പൂൺ മാവാണ് ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ മാവിട്ടിട്ട് വീണ്ടും ഞാൻ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. അത് ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഇടുന്നത്. അപ്പോൾ തേങ്ങ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ ഭാഗത്തോട്ടും തേങ്ങ എത്തുന്ന രീതിയിൽ നമ്മൾ ഇടുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആവി വരുമ്പോഴത്തേക്ക് നമ്മൾ തേങ്ങയിലൂടെ മാവെല്ലാം നന്നായി വെന്ത് വരും. അപ്പോൾ വീണ്ടും ഞാൻ 4 ടേബിൾ സ്പൂൺ മാവിട്ടു. എന്നിട്ട് വീണ്ടും
കുറച്ച് തേങ്ങ, എല്ലാ ഭാഗത്തും തേങ്ങ എത്തുന്ന കണക്ക് തേങ്ങ ഇടുക. വീണ്ടും 4 ടേബിൾ സ്പൂൺ മാവ് ഇട്ട് കൊടുക്കുക. അങ്ങനെ തേങ്ങയും മാവുമായിട്ട് ലെയർ ചെയ്ത് ഞാൻ കുറ്റി നിറയുന്നത് വരേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 4 ലെയറായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഏറ്റവും മുകളിലാവുമ്പോഴും ഇതേപോലെ തേങ്ങ നിരത്തിയിട്ട് പിന്നെ അവസാനത്തെ ലെയറായ മാവ് ചേർക്കുകയാണ്. എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് കുറച്ച് തേങ്ങ വയ്ക്കാം. അപ്പോൾ ശരിക്കും പുട്ടെന്ന് പറയുമ്പോൾ നിറയെ തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ആവി വന്ന് കഴിയുമ്പോൾ നല്ല ഒരു ടേസ്റ്റിയാണ്, നമുക്ക് വേറെ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ ഈ കുറ്റിയുടെ അടപ്പ്, ഈ അടപ്പിലും നമുക്ക് ഇതേപോലെ ചെറിയ ദ്വാരങ്ങളുള്ളതായിരിക്കും, അപ്പോൾ ആവി പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഇവിടെ വെള്ളം തിളച്ചു തുടങ്ങി കുടത്തിൽ ഞാൻ അതിലേക്ക് പുട്ടുകുറ്റി ഇറക്കി വയ്ക്കുകയാണ്. ഇനി ആവി വരാൻ വെയിറ്റ് ചെയ്യുക. ആവി വന്നതിന് ശേഷം ഒരു 7 മിനിറ്റ് അതിനെ വേകാൻ അനുവദിക്കുക. 7 മിനിറ്റ് വെന്തതിന് ശേഷം തീ നമുക്ക് താഴ്ത്താം. താഴ്ത്തിയതിന് ശേഷം നമുക്ക് കുറ്റി എടുക്കാം. അപ്പോൾ ഈ തീ താഴ്ത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കയ്യിലോട്ട് ആവി ഒറ്റയടിക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടപ്പ് തുറന്നിട്ട് നമുക്ക് ഒരു പരന്ന പാത്രത്തിലേക്ക് ബാക്കിൽ നിന്ന് ഒരു സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കമ്പ് കൊണ്ടോ നമുക്ക് കുത്തി പുട്ടിനെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ല ആവി പാറുന്ന ചെമ്പാവരി സ്റ്റൈലിലുള്ളൊരു പുട്ട് തയ്യാറായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. Thank you for watching my video. Please share it and subscribe.